വേദനിപ്പിച്ചവരെയും കുറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും ഒക്കെ കർത്താവ് സ്നേഹിച്ചെന്നുള്ളതാണ്. നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വേദനിപ്പിക്കുന്നവരെ മുറിപ്പെടുത്താതെ, അതുപോലെ എൻ്റെ സ്നേഹത്തിൽ ആരെയും അകറ്റി നിർത്താതെ. കുറച്ചു പേരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്, അവരെ സ്നേഹിക്കാൻ പറ്റില്ല, അവർ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം. പല കാരണങ്ങളുണ്ടാകാം, ന്യായീകരണങ്ങൾ പലതും ഉണ്ടാകാം. കുറെ ഞങ്ങൾ പരിശ്രമിച്ചു നോക്കി, എന്നിട്ടും ആ വ്യക്തി അങ്ങനെ തന്നെയാണ് പെരുമാറണം. യേശു നമ്മളോട് പറയുന്നു, ഇതല്ല ഞാൻ ആഗ്രഹിച്ച സ്നേഹം, ഇതല്ല ഞാൻ ആഗ്രഹിച്ച സ്നേഹം. നമ്മുടെ ചെവിയിൽ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയല്ല സ്നേഹിച്ചത്. കുരിശിലേക്ക് നോക്കിയാൽ മതി. ആ കർത്താവിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ കർത്താവിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മളിങ്ങനെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി, നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, ഇതുവരെ സംസാരിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മനസ്സുരുകി പ്രാർത്ഥിക്കാൻ. ദൈവമേ തൊഴണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകും.